ഹൈന്ദവ പുരാണം അനുസരിച്ച് 30 ദൈവങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ പുല്ല് മുതൽ എന്താ പറയുക, അവരെ കരടിനെ വരെ ഈശ്വര സാന്നിധ്യം കണ്ട് സ്നേഹിക്കുക, ബഹുമാനിക്കുക. ക്ഷേത്രം മേൽശാന്തിയാണ്, സായി കൃഷ്ണൻ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ മാരിയമ്മയും കാളിയമ്മ, അന്നപൂർണേശ്വരി ഒന്ന് വ്യക്തമാക്കാമോ? പിന്നെ നമ്മളുടെ വയനാട് ജില്ലയിൽ തന്നെ ഒരേ ശ്രീകോവിലിൽ 2 ദേവിമാര് കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ഭദ്രകാളി മാരിയമ്മയും രൗദ്രഭാവത്തിൽ വടക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. അന്നപൂർണേശ്വരി കിഴക്കോട്ട് സൗമ്യഭാവത്തിലാണ് കുടികൊള്ളുന്നത്. ഒരേ ശ്രീകോവിലിലെ ക്ഷേത്രങ്ങൾ അപൂർവമാണ്. വയനാട് ജില്ലയിൽ ഇപ്പോൾ മീനങ്ങാടി മാരിയമ്മൻ കോവിലിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഒറ്റ ഒന്നേ ഉള്ളൂ. ബത്തേരി മാരിയമ്മയിലും മാരിയമ്മ മാത്രമേ ഉള്ളൂ, ഭദ്രകാളി ഇല്ല. മറിസ്തംഭം നീക്കൽ എന്ന് പറഞ്ഞ ഒരു വഴിപാട് വയനാട് ജില്ലയിൽ ഇവിടെ ഉണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള സ്തംഭനങ്ങൾ ഉണ്ടെങ്കിൽ നീങ്ങുന്ന ഒരു വഴിപാടാണ് മറിസ്തംഭം നീക്കൽ എന്ന് പറഞ്ഞ വഴിപാടാണ്. ആ വഴിപാട് ഇവിടെ മാത്രമേ അത് 2 ദേവിമാര് കുടികൊള്ളുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇരിട്ടി മാമാനത്ത് ക്ഷേത്രത്തിൽ അതുപോലെ ഇവിടെയുണ്ട്. വയനാട് ജില്ലയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. മറ്റുള്ള അമ്പലങ്ങളിൽ അതില്ല. എന്നുവെച്ചാൽ ഒരേ ശ്രീകോവിലിൽ 2 ദേവിമാര് കുടികൊള്ളുന്നുണ്ടെങ്കിൽ മറിസ്തംഭം നീക്കൽ എന്ന് പറഞ്ഞ വഴിപാട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതാത് ആള് വന്നിട്ട് തന്നെ ചെയ്ത് നീക്കുക ചെയ്യാം. നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ചെയ്ത് നീക്കുക ചെയ്യാം. ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. എന്റെയും പുതിയൊരു അറിവാണ്. മറിസ്തംഭം നീക്കുക എന്ന് പറയുന്ന ഒരു വഴിപാട് നടത്തുന്നത് വയനാട് ജില്ലയില് മീനങ്ങാടിയിലെ അമ്പലപ്പടിയുള്ള മാരിയമ്മൻ കോവിലിലും മാത്രമുള്ളൂ, വയനാട് ജില്ലയില്. അപ്പൊ അതൊരു പുതിയ അറിവ് തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഉള്ളത് ഇരിട്ടിയിലെ മാമാനത്ത് ക്ഷേത്രമാണ്. ഇരിട്ടിയിൽ ഇപ്പൊ ഇവിടെ മാത്രമുള്ളതുകൊണ്ടാണ് വയനാട്ടിലെ ഒട്ടുമിക്ക ജ്യോത്സ്യന്മാരും ഇങ്ങോട്ടേക്ക് വഴിപാടുകൾ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദൂരം പോയി ഇരിട്ടിയിലേക്ക് പോകണം.